വീട്ടിൽ കയറി വന്ന അപർണ ഭദ്രയെയും മഹേന്ദ്രനെയും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. അമ്മ പറഞ്ഞതനുസരിച്ച് ജീവിക്കണം, അതാ നല്ലതെന്ന് പലരും പല വട്ടം എന്നോട് പറഞ്ഞു. പക്ഷെ അനുസരിച്ചില്ലെങ്കിൽ അതിന് ഇങ്ങനെ ഒരു ജീവന്റെ വില കൊടുക്കണമെന്ന് ആരും എന്നോട് പറഞ്ഞില്ല. അതാരും എന്നോട് പറഞ്ഞില്ല. ഭദ്ര ഒരു കൊലപാതകയാണെന്ന് പറയുന്ന അപർണയോടും ട്രീസയോടും ഗീതിക പ്രതികരിക്കുന്നു. അഡ്വക്കേറ്റ് പുത്രൻ അപർണയുടെ ഈ തിരിച്ചുവരവിൽ എന്തോ ഗൂഢ ഉദ്ദേശമുണ്ടെന്ന് പറയുന്നു. സേവ്യർ അപർണയോട് ഭദ്രയെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു രഹസ്യം പറയാൻ ഒരുങ്ങുന്നു. തുടർന്ന് കാണുക. ഞാനത് അങ്ങനെ തന്നെ പറഞ്ഞതാ. നിന്റെ അമ്മയെ KR മഹേന്ദ്രൻ വിവാഹം ചെയ്ത കാലത്തെക്കുറിച്ചുള്ള കാര്യം. ഇപ്പോഴീ ചിട്ടയും വട്ടവും പറയുന്ന ആദർശവനിത ഭദ്രയുടെ ഭൂതകാലം നിനക്കറിയില്ലല്ലോ. പലരും പല കഥകളും പറഞ്ഞു നടന്നത് അന്ന് ഞാനും കേട്ടിട്ടുണ്ട്. പറയുന്ന കഥകൾ, കേട്ട കഥകൾ ആർക്കെന്താ പറയാൻ വയ്യാത്തത്? ഞാനും അത്രേ കരുതിയുള്ളൂ. പക്ഷേ പെട്ടെന്നായിരുന്നു മഹേന്ദ്രനുമായുള്ള അവരുടെ വിവാഹം. എല്ലാവരും നോക്കുമ്പോൾ അവരുടേതൊരു സംതൃപ്ത ദാമ്പത്യ ജീവിതം. പക്ഷേ എനിക്കും മഹേന്ദ്രനും ഭദ്രയ്ക്കും സേക്രഡ് ഹാർട്ട് ക്ലിനിക്കിലെ ഒരു ഡോക്ടർക്കും മാത്രം അറിയാവുന്ന ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യം കൂടി അറിഞ്ഞാലേ ഈ കഥ പൂർണ്ണമാവുകയുള്ളൂ. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഭദ്രയ്ക്ക് പെട്ടെന്നൊരു തലകറക്കം. വീട്ടിൽ വേറെ ആരുമില്ല. ഞാനും മഹേന്ദ്രനും ചേർന്നാണ് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാക്കിയത്. കാര്യമറിഞ്ഞതപ്പോഴാ. അവർ1.5 മാസം ഗർഭിണിയായിരുന്നു. മഹേന്ദ്രൻ അതൊരു ഷോക്കായിരുന്നു. ഭദ്ര കിടന്ന് ബഹളം വെച്ചു, നിലവിളിച്ചു. അവർക്കപ്പോഴാ കുഞ്ഞിനെ ഇല്ലാതാക്കണം. പാപത്തിന്റെ വിത്തല്ലേ. മഹേന്ദ്രൻ്റെതായിരുന്നു തീരുമാനം. വേണ്ട, എൻ്റെ ഭാര്യയുടെ മകൾ, അതെൻ്റെയും മകളാ. ഇനി ഒരാളും മറ്റൊന്നും അറിയില്ല, അറിയണ്ട. അതിലൊരു മാറ്റവുമില്ലായിരുന്നു, അല്ലേ? സ്വന്തം മകളെക്കാളേറെ മഹേന്ദ്രൻ സ്നേഹിച്ചത് നിന്നെയല്ലേ? ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പോലും അങ്ങനെ അല്ലാതെ നിനക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ അയാൾ തോന്നിപ്പിച്ചിട്ടുണ്ടോ? ഇതുവരെ
ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതുവരെ ഉള്ളതുപോലെ അല്ലല്ലോ ഇനി. എൻ്റെ പൊടിമോൻ്റെ ജീവനെടുത്തവരാരായാലും അവരെൻ്റെയും ശത്രുക്കളാ. അവരുടെ നാശം കാണുന്നത് എൻ്റെ അവകാശമാണ്. എൻ്റെ അവകാശം എൻ്റെ അവകാശം എൻ്റെ അവകാശം. അത് തന്നെ. ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനാ ഞാൻ ആദ്യം മുതലേ വേണ്ട വേണ്ട എന്ന് പറഞ്ഞത്. ആരും കേട്ടില്ല, ആരും കേട്ടില്ല, കേട്ടില്ല. ഞാൻ ട്രിസിയോടത് പറഞ്ഞു. അപ്പൊ അവളാ പറഞ്ഞത്, നീ ഇതറിയണം, നിന്നെ ഇതറിയിക്കേണ്ട ആവശ്യമുണ്ടെന്ന്. അവക്കിത് നിന്നോട് പറയാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത്. ആരാ ആരാ അപ്പൂപ്പ എന്റെ അച്ഛൻ? അറിയില്ല. അത് ഭദ്രയ്ക്ക് മാത്രം അറിയാവുന്ന കാര്യം. അവക്കതറിയായിരിക്കും. മഹേന്ദ്രൻ ഇതുവരെ അത് ചോദിച്ചിട്ടില്ലെന്ന എൻ്റെ അറിവ്. അയാൾ ചോദിക്കില്ല, അത് അയാളുടെ വലിപ്പം. പക്ഷേ ഭദ്ര മനസ്സിൽ നിന്ന് കളഞ്ഞിട്ടുണ്ടാവില്ല അയാളെ. അതായിരിക്കും അവരിപ്പോഴും ലോകത്തോട് മുഴുവൻ കലഹവും കലുഷവുമായി നടക്കുന്നതിൻ്റെ കാരണം. ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നു അവരെ പോലെയാണ് മകളും എന്ന് അവർ ധരിച്ചിട്ടുണ്ടാവും. വേലി ചാടിയ അമ്മയുടെ മകളല്ലേ, സൂക്ഷിക്കണമല്ലോ. ഇടവും വലവും തിരിയാതെ എനിക്ക് ചുറ്റും കാവൽ നിന്നതിന്റെ കാരണം ഇപ്പോഴല്ലേ പിടികിട്ടിയത്. പിന്നെ ഒന്നുകൂടി, ഓർമ്മ വെച്ച കാലം മുതൽ അവർ എന്നോട് കാണിച്ച വെറുപ്പിന്റെയും വൈരാഗ്യത്തിന്റെയും അർത്ഥം ജനിക്കുന്നതിന് മുമ്പ് ഇല്ലാതാക്കാൻ നോക്കിയതല്ലേ. അത് സാധിച്ചു കിട്ടാത്തതിന്റെ നിരാശ കാണും. എങ്കിൽ അന്ന് എന്നെ കൊന്നു കളയായിരുന്നല്ലോ. ഇതിലും ഭേദം അതായിരുന്നു. ഇഞ്ചിഞ്ചായി ജീവിതം മുഴുവൻ കൂടെ നടന്നിങ്ങനെ കൊല്ലാതെ കൊല്ലുന്നതിനേക്കാൾ ഭേദം അതായിരുന്നു. ജൂഡിന് പകരം എന്നെ മതിയായിരുന്നല്ലോ അവർക്ക്. പിന്നെ എന്തിനാ അവര്? അത് ആ ചോരയുടെ സ്വഭാവമാ മോളെ. അതാ കുടുംബത്തിന്റെ ശീലവും പതിവുമായിരുന്നു. തടസ്സം നിൽക്കുന്നവരെയും മറുവാക്ക് പറയുന്നവരെയും കൊന്നു തള്ളുന്ന പാരമ്പര്യം. പൊടിമോനെ കൊണ്ടുപോയി. എത്രയോ നാളുകളായി എന്റെ ജീവിതവും ജീവനുമായിരുന്നു ആ മ്യൂസിക് ഷോ. എല്ലാം നശിപ്പിച്ചു കളഞ്ഞില്ലേ ആ സ്ത്രീ? ഒരാളാ. നേരിട്ടതുവരെയും പേരെടുത്ത് വിളിച്ചിട്ടില്ല ഞാൻ ആ മനുഷ്യനെ. KR മഹേന്ദ്രൻ. ആ ശുദ്ധനായ മനുഷ്യനെ ഓർത്തിട്ടാ ഞാൻ. എന്ത് ചെയ്താലും അയാൾ കൂടി വേദനിക്കുമല്ലോ എന്ന് ഒരു മനസ്താപം ഉണ്ടായിരുന്നു എനിക്ക്. ഇനി ഞാനതങ്ങ് വേണ്ടാന്ന് വെക്കും. ഒരിക്കൽ ഞാൻ ഇറങ്ങിപ്പോയ വീടാ അത്. എങ്കിലും ആരൊക്കെ ആ വീട്ടിൽ എനിക്ക് ഉണ്ടെന്നുള്ള തോന്നലുണ്ടായിരുന്നു. ഇനി ആ വീട്ടിൽ എനിക്ക് ആരാ? രക്തബന്ധമുണ്ടെന്ന് പറയുന്നത് ആ സ്ത്രീയാ. ഇപ്പൊ അവരെനിക്ക് ആരുമല്ല. പിന്നെ ഉണ്ടായിരുന്ന അച്ഛനും മോളുവാ. അവരെ എനിക്ക് നഷ്ടപ്പെട്ടു. എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുന്നത്
നഷ്ടപ്പെടുത്തുന്നത്. അവര് കാരണ. ഇനി പക്ഷെ എല്ലാം നഷ്ടപ്പെടുന്നത് അവർക്കായിരിക്കും. സ്വന്തം മകളുടെ ജീവിതം ഇങ്ങനെ താറുമാറാക്കിയതിന് അവര് കണക്ക് പറയുന്നത് ജയിലിൽ കിടന്നായിരിക്കും. ഇനി ഞാൻ വെറുതെ ഇരിക്കില്ല ഞാൻ. നിന്റെ അമ്മ അകത്തുണ്ടോ? അമ്മ അമ്മാവന്റെ വീട്ടിലാ. ആഹാ, നിന്റെ അമ്മ പുറത്തോട്ടൊക്കെ ഇറങ്ങൂ. പുറം ലോകം ഒന്ന് കാണുന്നത് നല്ലതാ. കുറെ കാലം അകത്ത് തന്നെ കിടക്കണ്ടതല്ലേ. ആ, അവിടെ നിക്ക്, ഞാനൊന്ന് കാണട്ടെ നിന്നെ. നിന്റെ കണ്ണുകൾ അച്ഛന്റെ. നിന്റെ സ്കിൻ ടോണും അച്ഛന്റെ. എനിക്ക് അച്ഛന്റെ ഒന്നും കിട്ടിയില്ല. ഞാൻ അച്ഛന്റെ മോള്, നീ അമ്മയുടെ മോള്. എല്ലാരും അങ്ങനെയല്ലേ പറയുന്നേ. പക്ഷേ 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 ട്രീസേച്ചി, ഞാൻ ഉപ്പാപ്പയെ കണ്ടിരുന്നു. ഉപ്പാപ്പയായിട്ട് സംസാരിച്ചു. അമ്മയോ? അമ്മ അമ്മാവന്റെ വീട്ടിലാ. അച്ഛൻ പുറത്തോട്ട് പോയി. ട്രീസേച്ചി പെട്ടെന്ന് വാ, എനിക്ക് കാണണം. ശരി. ചുമ്മാ തിരിയന്റെ രാജലക്ഷ്മി, പാവം ഭദ്രാ മേഡം. നിങ്ങൾ തമ്മിൽ കുറെ നാൾ ഈച്ചയും ചക്കനെ പോലെ ആയിരുന്നല്ലോ. എന്നിട്ടെന്താ ഇങ്ങനെ? ഒരബദ്ധമൊക്കെ ആർക്കും പറ്റും എൻ്റെ സ്ത്രീകളെ. പിന്നെ അന്ന് ആ ആലോചന അങ്ങനെ മുടങ്ങിയത് എൻ്റെ കൊച്ചിൻ്റെ ദൈവാധീനം, അത്രേ ഞാൻ പറയൂ. അന്ന് ആ കുരുക്കിലെങ്ങാനും പോയി കുരുങ്ങിയിരുന്നെങ്കിൽ ഹോ എൻ്റെ ഈശ്വര, എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. ആ രാജലക്ഷ്മി മാഡം, ഭദ്രാ മേഡത്തിന്റെ പേരിലത് പുതിയ വിജിലൻസ് കേസ്. ആ MVA ഫയലില്ലേ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ റിക്രൂട്ട്മെന്റ് ഫയല്, അത് തന്നെ സംഭവം. ഭദ്രയുടെ ടേബിളിൽ നിന്നാണല്ലോ സാധനം മിസ്സിംഗ് ആയത്. കൂട്ടത്തിലൊരു സസ്പെൻഷനും മണക്കുന്നുണ്ടെന്നാ കേട്ടത്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇതൊരു നടക്കി പോകത്തില്ലെന്ന്. ഭദ്ര ആരാ മോള്? ഈ കൊലപാതക കേസ് വന്നപ്പോ നമ്മൾ അയ്യോ പാവോന്നൊക്കെ അല്ലേ വിചാരിച്ചത്. പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്നല്ലേ. ഇനി വരാൻ കിടക്കുമല്ലേ ഓരോന്നായി. നോക്കിക്കോ. ഇപ്പൊ ഒരു ലോങ് ലീവ് ആയതുകൊണ്ട് വീട്ടിൽ പോയിട്ടായിരിക്കുമല്ലോ പ്രൊസീജിയറൊക്കെ. എന്നാലും കഷ്ടമായിപ്പോയി. ഒരു കേസ് ആ വഴിക്ക് നടക്കുമ്പോഴാ ഇങ്ങനെ ഒന്നും കൂടെ. ആ പറഞ്ഞോണ്ടിരുന്നോ, നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെ ഒന്നും അല്ല ആ കുടുംബം. അവിടെ മുഴുവൻ സ്പെല്ലിംഗ് മിസ്റ്റേക്കാ. അവരുടെ ഒരു ഭർത്താവില്ലേ, ആ നമ്മുടെ മഹേന്ദ്ര മാഷല്ലേ? ആ അത് തന്നെ. അങ്ങേരാണെങ്കിലേ അങ്ങേരുടെ മരിച്ചുപോയ ഒരു അനിയന്റെ ഭാര്യയുടെ വീട്ടിലാ സ്ഥിരമെന്നാ പറയുന്നേ. ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ഒരു 3-4 തവണ പലയിടത്ത് വെച്ച്. നമ്മക്കിതൊക്കെ കണ്ടാൽ മനസ്സിലാവുമല്ലോ. അതൊരു ഡാൻസുകാരി സ്ത്രീയല്ലേ, അവര് ഡാൻസിലൊക്കെ റിസർച്ച് ചെയ്യുക. പക്ഷേ ഇങ്ങനെയാ അവർ പലതിലും റിസർച്ച് ചെയ്യുന്നത്. അതിനേക്കാൾ വലിയ റിസർച്ച് പാർട്ടിയാ ആ പോകുന്ന നമ്മുടെ സൂപ്രണ്ട് സാറ്.
മേഡം പറഞ്ഞാട്ടെ ബാക്കി. ആ അപ്പൊ അതിൻ്റെതായ പൊട്ടലും ചീറ്റിലും ആ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അതിനിടയിലാ മോളുടെ വക ഈ സർക്കസ്. പോരെ അവർക്ക് കലിയിളകാൻ. അപ്പൊ പിന്നെ ഈ കേസിന്റെ കാര്യമൊക്കെ എങ്ങനെയാ? ആ അതൊക്കെ ചടപടെന്ന് നടക്കും. വിജിലൻസ് അല്ലേ, കുഞ്ഞുകളിയാണോ? എന്നാലും എനിക്ക് വയ്യ. ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങള്? ഒരു വശത്ത് കൊലപാതകം, ഒരു വശത്ത് തിരിമറി. ഓ ഇനിയിപ്പം ആ കേസും ഈ കേസും. ഓ സമാധാനമായ എനിക്ക്. ഹോ ഉപ്പാപ്പനും അച്ഛനും തമ്മിൽ പരസ്പരം പലതും സംസാരിക്കേണ്ടി വന്നു. കോടതിയിൽ ശ്രീറാം ചന്ദ്രശേഖരന്റെ മൊഴിയെടുക്കുന്ന ദിവസം വരുന്നത്. ആൾ ഔട്ട് ഓഫ് സ്റ്റേഷനായിരുന്നു, അതാ ഇത്ര നീണ്ടുപോയത്. ശരിക്കും ഒരു കാലം പോലീസാട്ടോ. അയാൾക്ക് എല്ലാം അറിയാം, കാഞ്ഞ ബുദ്ധിയാ. പക്ഷെ നമ്മുടെ മുമ്പിൽ വെറുതെ മണ്ടം കളിക്കും. FIRന്റെ കാര്യത്തിൽ ഇത്രയും കൺഫ്യൂഷൻ ഉണ്ടായത് അയാൾ ഒറ്റൊരാൾ കാരണമാ. മനസ്സിലെന്താന്ന് പിടിതരാത്തൊരു കാട്ടുപോത്തിന്റെ ജന്മം. ഇപ്പോഴും അയാളുടെ ചോദ്യങ്ങളും ആ ദിവസങ്ങളും ഓർക്കുമ്പോൾ മനസ്സ് കിടുകിടുക്കുക. എന്തായാലും നമ്മളൊന്ന് അലർട്ടാവണോ അപ്പോ? അയാളുടെ മൊഴിയാ പലതും തീരുമാനിക്കുക. ഉപ്പാപ്പൻ. ഹലോ, ശരി, ഞാൻ പറയാം. നിന്റെ അച്ഛനിന്ന് ഉപ്പാപ്പയെ കാണാൻ ചെന്നായിരുന്നു. നിന്നെ ഈ വീട്ടിൽ നിന്ന് മാറ്റണമെന്ന് പറയാൻ. നിന്റെ അമ്മ വല്ലാണ്ട് അപ്സെറ്റാ. അമ്മയുടെ സ്വസ്ഥതയ്ക്കും ആരോഗ്യത്തിനും നീ ഇവിടെ നിന്ന് താമസം മാറണം, അതാ ആവശ്യം. ഉപ്പാപ്പനും അച്ഛനും തമ്മിൽ പരസ്പരം പലതും സംസാരിക്കേണ്ടി വന്നു. എന്നിട്ട് നീ നിന്റെ അച്ഛൻ്റെ മകളല്ല എന്നുള്ള സത്യം നിനക്കറിയാമെന്ന് ഉപ്പാപ്പയ്ക്ക് പറയേണ്ടി വന്നു. നീ വിഷമിക്കണ്ട. എന്തൊക്കെയായാലും നിന്റെ അച്ഛൻ അറിയേണ്ടതല്ലേ ഈ സത്യം. ഹലോ, ആ ഞാൻ എത്തിയേക്കാം. ഇപ്പോൾ ഇവിടെ നിന്നാണ്. അപർണ മഹേന്ദ്രൻ വളരെ സീരിയസ് കോൺസിക്വൻസസ് നേരിടേണ്ടി വരും.
നിന്റെ അച്ഛന് നിന്നെ ഫേസ് ചെയ്യാൻ മടി കാണും. പേടിക്കണ്ട. അമ്മയോട് അച്ഛൻ ഈ രഹസ്യമൊന്നും പറയാൻ വഴിയില്ല. അമ്മ ഒരിക്കലും ഇത് അറിയരുത്. ഈ വീട്ടിലെ നിന്റെ സ്ഥാനവും അവകാശവും എല്ലാം ആ ഒരൊറ്റ വാക്കിൽ ഇല്ലാണ്ടാവും. അത് വേണ്ട. കേസ് പൂർത്തിയാവുന്നവരെയെങ്കിലും ആ ഒരവകാശം നിലനിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഞാൻ വിളിക്കാം. ഇത് തന്നെയല്ലേ വീട്? അതെ, ഭദ്രാമഹേന്ദ്രന്റെ വീട് ഇത് തന്നെയല്ലേ? അതെ, അത് തന്നെ. അവിടെ ആരും ഇല്ലേ? ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഞങ്ങൾ ഇവിടെ പുതിയ താമസക്കാരാ. ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല. അവരെ അങ്ങനെ അങ്ങോട്ട് പുറത്ത് കാണാറുമില്ല. എവിടുന്നാ സാർ? ഞങ്ങൾ വിജിലൻസിൽ നിന്നാ. അപ്പോ ക്രൈം ബ്രാഞ്ചിൽ നിന്നല്ല. മല്ലി, മല്ലി. മിസ്സസ് ഭദ്ര മഹേന്ദ്രൻ? അമ്മ ഇവിടെ ഇല്ലല്ലോ. മിസ്റ്റർ മഹേന്ദ്രനോ? അച്ഛനും ഇല്ല. ഞങ്ങൾ വിജിലൻസിൽ നിന്നാ. പബ്ലിക് സർവീസ് കമ്മീഷന്റെ കീഴിലുള്ള കേസുകൾ അന്വേഷിക്കുന്ന വിജിലൻസ് സ്ക്വാഡാണ്. എന്താ സാർ പ്രശ്നം? മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ റിക്രൂട്ട്മെന്റ് ഫയൽ മിസ്സിംഗ് ആയതിനെ തുടർന്നുള്ള എൻക്വയറിയുടെ ഭാഗമായിട്ട് വന്നതാണ്. ആയിരിക്കുന്ന ഇയാളുടെ മൂത്ത സിസ്റ്റർ അല്ലേ? അതെ. അപർണ മഹേന്ദ്രൻ? അതെ. ഇയാളിപ്പോ ഇവിടെയാണോ താമസം? അതെ. ആ, ഇതിലൊന്ന് സൈൻ ചെയ്യണം. ഞങ്ങൾ ഇവിടെ എത്തിയെന്നുള്ളതിന്റെ ഇൻഡിവേഷനാ. അത് ഇവള് സൈൻ ചെയ്യും. എനിക്കതിനുള്ള റൈറ്റ്സ് ഇല്ല. നിങ്ങളല്ലേ മൂത്തയാള്? മൂത്ത ആള് ഞാൻ തന്നെ, പക്ഷെ റൈറ്റ്സ് ഇവൾക്കാ. ശരി, എങ്കിൽ നിങ്ങൾ സൈൻ ചെയ്യും. ദാ ഇവിടെ. അമ്മയോട് പറയണം, ഈ ഇന്റിമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ വിതിൻ 5 വർക്കിംഗ് ഡേയ്സ് ഞങ്ങളെ കോൺടാക്ട് ചെയ്യണം. കോൺടാക്ട് ചെയ്യാൻ കഴിയാത്ത എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ വിത്ത് ക്ലിയർ എവിഡൻസ് ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഞാൻ പറയാം സാർ. ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ വളരെ സീരിയസ് കോൺസിക്വൻസസ് നേരിടേണ്ടി വരും. അതെ സാറേ, ഈ ഭദ്ര മഹേന്ദ്രൻ കൊലക്കേസ് ഡീൽ ചെയ്യുന്ന ആളാ. അവർക്ക് ഈ വിജിലൻസ് കേസ് ഒന്നും ഒരു വിഷയമേ അല്ല.